ഒരു 1.5 ആഴ്ച നിങ്ങൾക്ക് സമയം തരും. ഞങ്ങൾക്ക് പരമാവധി ലീഡ് വേണം. കാരണം ഞങ്ങളുടെ സീസൺ ഇപ്പോൾ ഒരു മന്ത് കൊണ്ട് എൻഡ് ആവും. ഇതുപോലുള്ള സിറ്റുവേഷൻ കഴിഞ്ഞൊരു 4 കൊല്ലമായിട്ട് ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സീസൺ തരുന്നതിൻ്റെ 3-4 മാസം മുമ്പ് തുടങ്ങേണ്ട പരിപാടിയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. അവസരം വരുമ്പോഴാണ് ഒരു ഏജൻസിനെ അവർ അപ്രോച്ച് ചെയ്യുന്നത്. സെയിം വേ ക്ലയൻറ്റ് വരുന്നു, നമ്മൾ 4 ദിവസം കൊണ്ട് തന്നെ അക്കൗണ്ട്സ് എല്ലാം സെറ്റപ്പ് ആവുന്നു, ആഡ് അക്കൗണ്ട് റെഡിയാക്കുന്നു. ഞാൻ പറഞ്ഞു ഏറ്റവും മാക്സിമം പോസിബിൾ ടൈമിൻ്റെ ഉള്ളിൽ ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. നമുക്ക് 3-ാമത്തെ ദിവസം ലീഡ് വന്നു. ഓഫ് കോഴ്സ് ലീഡ് നമ്മളൊരു പുതിയ ആഡ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്ന് ലീഡ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ആഡ് അക്കൗണ്ട് ഒപ്റ്റിമൈസ് ആവേണ്ട ഒരു സമയമുണ്ട്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആഡ് അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിൽ പലതരം ആഡ് റൺ ചെയ്ത് അത് ആ ആഡ് അക്കൗണ്ടിൽ വേണ്ട ഡാറ്റ ഫീഡ് ചെയ്ത് മറ്റത് മനസ്സിലാക്കണം. ഓക്കെ, ഇവൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ഇതാണെന്ന് മനസ്സിലാക്കി നമ്മൾ കൺസിസ്റ്റൻ്റായി ആഡ് റൺ ചെയ്യും, കൺസിസ്റ്റൻ്റായി എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കും. ഓക്കെ, അവൻ സീരിയസ് ആണ്. അപ്പോൾ ആ ആഡ് അക്കൗണ്ടിൽ റൺ ചെയ്യുന്ന ആഡുകൾക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കും. ഇതിനാണ് ഒപ്റ്റിമൈസേഷൻ പീരിയഡ് എന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളുടെ ടേമിൽ നമ്മൾ പറയുന്നത്. ഇത് പലപ്പോഴും ക്ലയൻറ്റിന് മനസ്സിലാവാറില്ല. ക്ലയൻറ്റ് ആ ഒരു വിങ് ചിന്തിക്കുകയില്ല. നമുക്ക് വിൻറ്റേജ് ഉള്ള, അതായത് ഇത്ര ലക്ഷം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഇത്ര പഴക്കമുള്ള ആഡ് അക്കൗണ്ടുകൾക്ക് മാർക്കറ്റിൽ അത് മാത്രം വാങ്ങാൻ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് വാങ്ങുന്ന ആൾക്കാരുണ്ട്. കാരണം കൊമേഴ്സ് എല്ലാം റൺ ചെയ്യുന്ന സമയത്ത് വിൻറ്റേജുള്ള ആഡ് അക്കൗണ്ടുകളിൽ ഒരുപാട് ലീഡ്, ക്വാളിറ്റി ലീഡ് അത് കിട്ടുന്നുള്ള രീതിയിൽ അത് വാങ്ങുന്ന ആൾക്കാർ തന്നെയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു ഏജൻസിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ലീഡ് വേണം അല്ലെങ്കിൽ ലീഡ് ഇമ്മീഡിയറ്റ്ലി വേണമെന്നുകൊണ്ട് അവരെ ഉപദ്രവിക്കരുത്. ഒരു പുതിയ ആഡ് അക്കൗണ്ട് ആവുന്ന സമയത്ത് അത് ഒപ്റ്റിമൈസ് ആയിട്ട് വരാൻ നമുക്ക് ടൈം എടുക്കും. ഒരു 2 മാസമൊക്കെ പലതരം ആഡ് റൺ ചെയ്ത് കൺസിസ്റ്റൻ്റായി റൺ ചെയ്യുമ്പോൾ മാത്രമേ നല്ല റിസൾട്ട് ആഡ് അക്കൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അഗൈൻ ഞാൻ ഇന്നൊരു ആഡ് സബ്മിറ്റ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ നാളെ എനിക്ക് ചിലപ്പോൾ 300 ആയിരിക്കും പെർ ലീഡ് കോസ്റ്റ് വരിക. സെയിം ആഡ് തന്നെ റൺ ചെയ്ത് ഒരു 1 വീക്ക് 2 വീക്ക് കഴിയുന്ന സമയത്ത് പെർ ലീഡ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയും. ആ സമയത്താണ് സബ്മിറ്റ് ചെയ്ത ആഡ് ഒപ്റ്റിമൈസ് ആവുന്നത് ഞങ്ങൾ പറയുന്നത്. ആ സമയത്ത് മാത്രമേ നമുക്ക് ആഡിൻ്റെ ROI പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പീരീഡ്, അതായത് ഒരു സിംഗിൾ ആഡ് റൺ ചെയ്തിട്ടുള്ള ഒരു 1 വീക്ക് നമുക്ക് കൃത്യമായിട്ട് എൻ്റെ പെർ ലീഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഫ്ലക്ച്വേറ്റ് ആണ്. അതുപോലെ പുതിയൊരു ആഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ നല്ല റിസൾട്ട് വരണമെങ്കിൽ ഈ പറയുന്ന 1 മന്തും 2 മന്ത് എല്ലാം കൺസിസ്റ്റൻ്റ് ആഡ് റൺ ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. ഇതിന് ഒപ്റ്റിമൈസേഷൻ പീരീഡ് എന്ന് പറയും. ഞങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റുകൾക്ക് പലപ്പോഴും ഇത് പറഞ്ഞാൽ മനസ്സിലാവാറില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഏജൻസിനെ കണക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ്സിന് ആഡ് റൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നിങ്ങൾക്ക് ലീഡ് കിട്ടുന്നില്ലെങ്കിൽ, പുതിയ ആഡ് അക്കൗണ്ടിൽ നിന്ന് ലീഡ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നെഗറ്റീവ് അടിച്ചിട്ട് ഇട്ടിട്ട് പോകരുത്. കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ കൂടെ കടന്നുപോയി ആഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ക്രിയേറ്റീവിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ, സ്റ്റാറ്റിക് ക്രിയേറ്റീവ്, പ്രപ്പോസൽ ഡിഫറെൻ്റ് ആക്കുക, കളർ കോംബോ ഡിഫറെൻ്റ് ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ക്രിയേറ്റീവോ പുതിയ ആഡ് അക്കൗണ്ടോ ഒപ്റ്റിമൈസ് ആയിട്ട് വന്നാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. താങ്ക് യു.